നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പല കാര്യങ്ങളും തെറ്റാണ്. അത് എന്തുകൊണ്ടാണ് തെറ്റായത്? ബിക്കോസ് ഇപ്പോൾ പഴയതുപോലെയല്ല, പല കാര്യങ്ങളും പുതിയ രീതിയിലേക്ക് സുപ്രീം കോടതി മാറ്റിക്കഴിഞ്ഞു. സ്ഥിരം PSCയിലും UPSCയിലും വരുന്നൊരു ചോദ്യമാണ് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ ആരാണ് ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള അൾട്ടിമേറ്റ് അവസാന വാക്കാരുടെയാണ്? സുപ്രീം കോടതിയുടെയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കാലാകാലങ്ങളിൽ ഓരോ ജഡ്ജിമെന്റ്സ് പറയും, അതനുസരിച്ച് നമ്മൾ അങ്ങ് പഠിക്കാം. ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റ്സിന് വിരുദ്ധമായി പല കാര്യങ്ങളും സുപ്രീം കോടതി പിന്നെയും പറയാറുണ്ട്. കാര്യം കാലത്തിനനുസരിച്ച് ഭരണഘടന വളർന്നുകൊണ്ടിരിക്കും. ആ വളർച്ചയോടൊപ്പം നമ്മളും പഠിച്ച് പോവുക. ഇപ്പൊ NCERTയിലെ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ അതാണല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ, എ ലിവിങ് ഡോക്യുമെന്റ്. ഒരു ജീവിക്കുന്ന ഓർഗാനിക് ആയ ഒരു വസ്തുവാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ മാറ്റം തിരിച്ചറിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. അതുകൊണ്ടാണ് ഇതൊരു അപ്ഡേഷൻ ക്ലാസ് ആണെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതുമായിരിക്കില്ല, സിറ്റുവേഷൻ പിന്നെ മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. കാര്യം ഇത്തരം ഹോട്ടായ കറണ്ട് അഫയേഴ്സ് ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ PSC അല്ലെങ്കിൽ UPSC പരീക്ഷകളുടെ സ്പന്ദനം ഉൾക്കൊണ്ടാണ്, ഈ പൾസ് അറിഞ്ഞ് പഠിക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അത്തരത്തിലുള്ള അപ്ഡേഷൻ ക്ലാസ് ആണ്. ഇപ്പം ഏതൊക്കെ രീതിയിൽ ഈ ടോപ്പിക്കിൽ ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാലും ഞാനത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിപ്പിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 2 മാസം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്, ഗവർണർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കാര്യം ഗവർണറെ സുപ്രീം കോടതി നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതും തമിഴ്നാട് ഗവർണറെ ആയിരുന്നേ. അപ്പൊ അന്നേ ഞാൻ സ്റ്റുഡൻസിന് അടുത്ത് പറയുന്നുണ്ട്, ഗവർണറിന് ഒരു പണി വരുന്നുണ്ട് അവറാച്ച. ആ പണിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മളത് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ളതാണ്. നിങ്ങൾ ഡിഗ്രി ലെവൽ PSC എക്സാംസിന് അല്ലെങ്കിൽ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോട്ടാണ്. നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ഇതും കൂടെ ഒന്ന് കാണണേ. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അതായത് നമ്മുടെ വിഷയം എന്താണ്? വിഷയം ഒരു നിയമം, ലെജിസ്ലേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും. നിയമസഭ ബില്ല് പാസ്സാക്കി ഗവർണറുടെ കൈ കൊടുക്കും. ആർട്ടിക്കിൾ 200 ഇതൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ ഗവർണറിന്റെ കൈ ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഗവർണർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ബില്ല് നിയമമാവുകയുള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നിയമസഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാകുന്ന ഒരു ബിൽ ഗവർണറുടെ കയ്യിൽ കിട്ടിയാൽ ആർട്ടിക്കിൾ 200 അണ്ടറിൽ ഗവർണറിന് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, വളരെ മാന്യമായിട്ട് ബിൽ ഒപ്പിട്ട് കൊടുക്കാം. പിന്നെ ടെൻഷനൊന്നുമില്ല, ബിൽ അവിടെ നിയമമായി മാറിക്കഴിഞ്ഞു. പക്ഷെ ചില സന്ദർഭത്തിൽ ഗവർണർ എന്ത് ചെയ്യുമെന്നറിയോ? ഗവർണർ ഒപ്പിടില്ല. അദ്ദേഹം ഒപ്പിടാതെ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യും. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും, ഒപ്പിടാതിരിക്കും. അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ? ആ ബില്ല് ഗവർണർ റിട്ടേൺ ചെയ്യും. ബില്ലിലെ ചില കാര്യങ്ങളോട് യോജിപ്പ് അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിയമസഭയ്ക്ക് അദ്ദേഹം ആ ബില്ല് തിരിച്ചയക്കും. ഇത് മണി ബില്ലിന് ഇത് പറ്റത്തില്ല. നോർമൽ ബില്ലിന്റെ കേസിലാണ് പറയുന്നത്. മണി ബിൽ ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല. അപ്പൊ തിരിച്ചയക്കുന്ന ബില്ല് തിരിച്ച് ഗവർണറുടെ കയ്യിലേക്ക് നിയമസഭ പിന്നെയും പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ ഒപ്പിട്ടേ പറ്റൂ. ഇതാണ് 3 സിനാരിയോസ്. പക്ഷെ ഒരു പൂഴിക്കടകം, നാലാമത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓപ്ഷനും ഗവർണറിനുണ്ട്. ഇപ്പൊ ഒരു സംസ്ഥാനം പാസ്സാക്കുന്ന ബില്ല് അത് നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ആ ബില്ല് ഗവർണർക്ക് പ്രസിഡന്റിന് റിസർവ് ചെയ്യാം. പിന്നെ ആ ബില്ലിനകത്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം ഗവർണറിനല്ല, പ്രസിഡന്റിനാണ്. ഇനി കംപ്ലീറ്റ്ലി പ്രസിഡന്റിന്റെ കൺട്രോളിലാണ്. ഇവിടെയാണ് ആർട്ടിക്കിൾ 201 കടന്നു വരുന്നത്. ഇത്തരത്തിൽ ഗവർണർ റെഫർ ചെയ്യുന്ന ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൈ കിട്ടിയാൽ പ്രസിഡന്റിന് പ്രധാനമായിട്ടും 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, സ്വാഭാവികമായിട്ടും ആ ബില്ല് ഒപ്പിട്ട് എന്താക്കാം, നിയമമാക്കി മാറ്റാം. അതല്ലെങ്കിൽ ഗവർണർ ഇതുപോലെ ബില്ല് റിട്ടേൺ അടിക്കാം. ഇവിടെ മണി ബിൽ റിട്ടേൺ ചെയ്യാത്തില്ല കേട്ടോ. അതല്ലെങ്കിൽ ബില്ല് ഒപ്പിടാതെ അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ബില്ലിൽ ഒരു ഡിസിഷനും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ബില്ലിന്റെ അവസ്ഥ എന്താ? ബില്ല് ഒരിക്കലും നിയമമാവില്ല. ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ കിട്ടുന്ന ഇത്തരത്തിലുള്ള ബില്ലുകളിൽ
എത്ര കാലത്തിനകം ഡിസിഷൻ എടുക്കണം എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടുന്നു. പ്രസിഡന്റ് പോക്കറ്റ് വീറ്റോ എന്നൊക്കെ പറയാം. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പ്രസിഡന്റ് അതിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 10, 100, 1000, 10,000 വർഷം കഴിഞ്ഞാലും പ്രസിഡന്റിന് അങ്ങനെ ഇരിക്കാം. അപ്പം ഇൻ എഫക്റ്റ് ആ ബിൽ ഒരിക്കലും നിയമമാവില്ല. ആ ബില്ലിനെ റിജക്ട് ചെയ്യുന്നതിന് തുല്യമാണ് ആ ബില്ലിന്റെ മുകളിൽ ഒരു ആക്ഷനും ഇനാക്ഷൻ എടുക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഇത് കാരണം സംസ്ഥാനം, ഇപ്പൊ കേരളം പാസ്സാക്കുന്ന ബില്ലുകൾ, പല ബില്ലുകളും നിയമമാവാറില്ല. തമിഴ്നാട്ടിലെ കണ്ട കേസ് ഇതാണ്. പല ബില്ലുകളും നിയമമാവാറില്ല. ഇങ്ങനെ പ്രസിഡന്റ് ചുമ്മാ മൂലയിൽ വെച്ചിരിക്കും. ഒരു ആക്ഷനും എടുക്കാത്തത് കൊണ്ട് തന്നെ ആ ബില്ലുകൾ കെട്ടിക്കിടക്കും, നിയമമാവില്ല. ഇത് നമ്മുടെ ലെജിസ്ലേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ നിയമനിർമ്മാണ പ്രക്രിയയെ തകിടം മറിക്കും. ഇതിനൊരു പരിഹാരവുമായാണ് സുപ്രീം കോടതി ഇപ്പൊ വന്നിട്ടുള്ളത്. ഈ പരിഹാരത്തിന്റെ ഭാഗമായാണ് പണ്ടത്തെ പല സിസ്റ്റംസും പൊളിച്ചെഴുതി പുതിയ പല സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കത് എന്താണെന്ന് ഓരോന്നോരോ നോക്കാം. സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ്, ആ കേസിന്റെ പേര്, കാര്യം കേസിന്റെ ഭാഗമായാണല്ലോ ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നത്. സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാടു 2023 കേസ്. ഈ കേസിൽ തമിഴ്നാട് ഗവൺമെന്റ് കുറെ ബില്ല് പാസ്സാക്കും, നിയമസഭ പാസ്സാക്കും, ഗവർണർ ഒപ്പിടത്തില്ലെന്നേ, ചുമ്മാ പ്രസിഡന്റ് റെഫർ ചെയ്തുകൊണ്ടിരിക്കും. പ്രസിഡന്റ് അതിനകത്തൊരു ആക്ഷൻ എടുക്കത്തില്ല. അങ്ങനെ കുറെ ബില്ലുകൾ കെട്ടിക്കിടക്കാണ്. ഈ ബില്ലുകൾ കൂടുതൽ യൂണിവേഴ്സിറ്റീസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോ ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഈ പേരിൽ സുപ്രീം കോടതി ഗവർണറെ ശരിക്കും വിമർശിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഗവർണർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അപ്പൊ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇനി മുതൽ പ്രസിഡന്റ് ഇത്തരത്തിൽ റെഫർ ചെയ്യുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനം എടുത്തോണം. ഇല്ലെങ്കിൽ ആ ബിൽ ഓട്ടോമാറ്റിക്കായി പാസ്സാവും എന്നൊരു വിപ്ലവകരമായ തീരുമാനം സുപ്രീം കോടതി എത്തിയിരിക്കുക. ഇപ്പം തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയപ്പോൾ 10ഓളം ബില്ലുകൾ, ആ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിട്ടിട്ടില്ല, ഗവർണർ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ അത് ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അപ്പൊ അത് നിയമമായി മാറും. അപ്പോ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രസിഡന്റോ ഗവർണറോ ഒപ്പിടാത്ത ഒരു ബിൽ ലോ, നിയമമാവുന്നത്, സ്റ്റാറ്റ്യൂട്ട് ആവുന്നത്. ഇത് ചരിത്രപരമായൊരു കാര്യമാണ്. കാര്യം ഇത്തരത്തിലുള്ള എന്താ പറയാ ലാപ്സുകൾ അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആർട്ടിക്കിൾ 201 അണ്ടറിൽ 3 മാസത്തിനകം പ്രസിഡന്റ് തീരുമാനം എടുത്തോണം. തീരുമാനം എടുത്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി പാസ്ഡ്. പ്രസിഡന്റ് ഒപ്പിട്ടതിന് തുല്യമാണ്. അത് ഓട്ടോമാറ്റിക്കായി നിയമമായിക്കോളും. ഇവിടെ ആർട്ടിക്കിൾ 201 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നേരത്തെ ആർട്ടിക്കിൾ 201 ടൈം ലിമിറ്റ് ഭരണഘടനയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും 3 മാസം ടൈം ലിമിറ്റ് നമ്മൾ അങ്ങ് വെക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെയാണ് സുപ്രീം കോടതി ഈ ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ സുപ്രീം കോടതിക്ക് എന്താണ് അധികാരം? നമ്മൾ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്ന സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇവിടെ സുപ്രീം കോടതി നടത്തിയ വളരെ പ്രസക്തമായ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സിവിൽ സർവീസ് മെയിൻസിനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മെയിൻസിനും ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിൽ കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാംസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സുപ്രീം കോടതി നടത്തിയ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ, ഇപ്പം പ്രസിഡന്റ് ഇങ്ങനെ ബില്ല് ഒപ്പിടാതെ ഡിലേ ചെയ്തുകൊണ്ട് പോവാണല്ലോ, വെച്ച് താമസിപ്പിക്കുകയാണല്ലോ പർപ്പസ്ഫുള്ളി. സോ സച്ച് ഡിലേ ക്യാൻ സ്റ്റോൾ ലെജിസ്ലേറ്റീവ് പ്രോസസ്, ലീവിംഗ് സ്റ്റേറ്റ് ബിൽസ് ഇൻഡെഫിനിറ്റ് ആൻഡ് ഇൻ അൺസർട്ടൻ അപ്പിയൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒപ്പിടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിയമനിർമ്മാണ പ്രക്രിയ തകിടം മറിയും. സംസ്ഥാനങ്ങളുടെ ബില്ലുകൾ ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് എങ്ങും എത്താത്ത രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ നിയമവാഴ്ചയുടെ അടിസ്ഥാനം അതാണ്, അത് തകരുമെന്ന് പറയുകയാണ്. സോ ദിസ് ഇനാക്ഷൻ, പ്രസിഡന്റ് ഒപ്പിടുന്നില്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇനാക്ഷൻ. ദിസ് ഇനാക്ഷൻ ഈസ് ദ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ആർബിട്രറിനെസ്. ആർബിട്രറി ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താ? തോന്നുന്ന പോലെ അങ്ങ് ഡിസിഷൻ എടുക്കുക, ഒരു റീസണും ഇല്ല, അതൊരു യുക്തിയും ഇല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ ഡിസിഷൻ ഞാൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ആർബിട്രറി ഡിസിഷൻ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് നോൺ ആർബിട്രറി ആയിരിക്കും നമ്മുടെ ഡിസിഷൻസ്. തോന്നിയ പോലെ എടുക്കാൻ ഒക്കത്തില്ല. റൂൾ ഓഫ് ലോ ഉള്ള രാജ്യം ഇത്. അപ്പോൾ നിയമത്തിന്റെ ബേസിസ് അല്ലെങ്കിൽ ലോജിക്കിന്റെ യുക്തിയുടെയും ബേസിസിൽ മാത്രമേ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രസിഡന്റ് ഒപ്പിടാൻ വരിക്കുന്നത് കൊണ്ടാണ് ഇറ്റ്സ് എൻ ആർബിട്രറി ഡിസിഷൻ. പ്രസിഡന്റ് ഒപ്പിടാൻ സൗകര്യമില്ല. പക്ഷെ അത് ഇറ്റ്സ് ആക്ച്വലി വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സുപ്രീം കോടതിക്ക് ഇടപെടാം. ഓക്കെ, ആർട്ടിക്കിൾ 13 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പഴയ ക്ലാസ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും മാറി. ഞാൻ പഴയ ക്ലാസ് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 201 അണ്ടറിൽ ഒരു ബില്ല് പ്രസിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് കൃത്യമായിട്ട് ടൈം പീരീഡിൽ എത്ര കാലം വേണമെങ്കിൽ അദ്ദേഹത്തിന് പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കാം. അതിനെ വിളിച്ച പേര് പോക്കറ്റ് വീറ്റോ എന്നാ. പോക്കറ്റ് വീറ്റോ.
പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാതെ, ഒന്നുകിൽ വിത്ത്ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം, റിട്ടേൺ ഒരു പരിപാടിയും ചെയ്യാതെ ചുമ്മാ പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന പരിപാടിക്കാണ് പോക്കറ്റ് വീറ്റോ എന്ന് നമ്മൾ പറയുന്നത്. വീറ്റോ മീൻസ് ബില്ലിനെ റിജക്ട് ചെയ്യുന്ന തുല്യമാണ്. അപ്പൊ പണ്ട് പോക്കറ്റ് വീറ്റോ ഇൻഡെഫിനിറ്റ് ആയിരുന്നു, എത്ര കാലം വേണമെങ്കിലും പോകാം. ഇനിയിപ്പോ പോക്കറ്റ് വീറ്റോയ്ക്ക് പ്രസക്തി ഉണ്ടോ? ഇല്ല. 3 മാസത്തെ ടൈം ലിമിറ്റ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആബ്സല്യൂട്ട് വീറ്റോ, അപ്പൊ പ്രസിഡന്റ് ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യുക, അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു അസന്റ് വിത്ത്ഹോൾഡ് ചെയ്യുക, അത് ബില്ല് റിജക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ 100% ആ ബില്ല് അവിടെ നശിക്കുവാണ് ചെയ്യുന്നത്. പക്ഷെ അത്തരം ആബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കുമ്പോഴും നമ്മൾ റീസൺ എന്തുകൊണ്ടാണ് 3 മാസത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ആ ബില്ല് റിജക്ട് ചെയ്തതെന്ന് പ്രസിഡന്റ് സംസ്ഥാനങ്ങളുടെ ഒരു കത്തിന്റെ രൂപത്തിൽ അയച്ച് പറയണം. അത് ചുമ്മാ കാര്യം റിജക്ട് ചെയ്യാൻ ഒക്കത്തില്ലെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ആബ്സല്യൂട്ട് വീറ്റോയുടെ ഒരു സ്കോപ്പ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ബില്ല് പ്രസിഡന്റ് വിത്ത്ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതും ആർബിട്രറി ആയിട്ട് വിത്ത്ഹോൾഡ് ചെയ്യാൻ ഒക്കത്തില്ല. വീറ്റോ പവേഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റേ വീഡിയോ ചെയ്തു, ഒന്ന് കണ്ടു നോക്കുക. അപ്പം അവിടെ എന്താകും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ എക്സാംസ് വരുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഒരു പ്രിലിംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇനി മുതൽ പ്രസിഡന്റ് ഒരു ബിൽ വിത്ത്ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സൗണ്ട് ആൻഡ് സ്പെസിഫിക് ഗ്രൗണ്ട്സ്. ആർബിട്രറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ നോൺ ആർബിട്രറിനെസ്, അല്ലെ? ഈ സാഹചര്യത്തിൽ പണ്ട് ഒരു മിടുക്കനായ വിദ്യാർത്ഥി ക്ലാസ്സിൽ, സിവിൽ സർവീസിന്റെ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ അതിന്റെ ചോദിച്ചൊരു ചോദ്യമാണ്. അത് ഞാൻ റിട്സ് പഠിപ്പിക്കുകയാണ്. അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, സാർ, ഈ റിട്ട് പ്രസിഡന്റിനും ഗവർണറിനും ഒക്കെ എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അന്ന് ക്ലാസ് പറഞ്ഞൊരു കാര്യമാണ്, സുപ്രീം കോടതിയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. സുപ്രീം കോടതിക്കാണ് പൊതുവെ അത്തരത്തിൽ ഡിസിഷൻ എടുക്കാൻ അവകാശമുള്ളത്. ജനറലി സ്പീക്കിംഗ് പറ്റും, കാര്യം സുപ്രീം കോടതി ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുൾ ആണ്, അത് പറ്റും. അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, പ്രസിഡന്റ് ഈ ബില്ലുകളിലൊക്കെ ഒപ്പിടാതിരിക്കുമല്ലോ, ആ സമയത്ത് മാൻഡാമസ് റിട്ട് ഇതുണ്ടല്ലോ, റിട്ട് ഓഫ് മാൻഡമസ്, അതായത് ഒരാളൊരു പണി എടുക്കാതിരിക്കുമ്പോൾ അയാളുടെ അടുത്ത് ആ പണി ചെയ്യാനായി സുപ്രീം കോടതി, അയാൾ ചെയ്യേണ്ടതിന്റെ വർക്കാണ്, ആ പണി ചെയ്യാനായി കോടതി ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവുകളാണ് മാൻഡാമസ് എന്ന് പറയുന്ന റിട്ട്. അപ്പൊ അദ്ദേഹം അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഇതാ, അപ്പം പ്രസിഡന്റ് ഇത്തരത്തിൽ ബില്ലിൽ ഒപ്പിടാതിരിക്കുമ്പോൾ മാൻഡാമസ് റിട്ട് പുറപ്പെടുവിച്ചുകൂടാ? ഞാൻ പറഞ്ഞു, ലോജിക്കലി പുറപ്പെടുവിക്കുന്നതാണ്, പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല. ഇതുവരെ അങ്ങനെ പ്രസിഡന്റിനെതിരായിട്ട് ഇത്തരത്തിൽ മാൻഡാമസ് റിട്ട് വൈഡ്ലി പുറപ്പെടുവിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ ജോലികൾ ഒന്നാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒപ്പിട്ടയക്കുക എന്നുള്ളത്. പ്രസിഡന്റ് അത് ചെയ്തില്ലെങ്കിൽ he can be served with writ of mandamus from the court. സുപ്രീം കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാം, അങ്ങനെ ആ ബിൽ നിയമമായി മാറിയിരിക്കും. ഇത് ചരിത്രപരമായ, അത് എക്സിക്യൂട്ടീവിന്റെ മുകളിലുള്ള ജുഡീഷ്യൽ കൺട്രോളിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് വാല്യൂ അഡീഷൻ പോയിന്റ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ആർട്ടിക്കിൾ 143 സുപ്രീം കോടതി മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 143? ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 143 ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ചുരുക്കി എന്ന് പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതിയാണ്. അത് പ്രസിഡന്റിന് ചില കാര്യത്തിൽ ചില അഡ്വൈസ്, ഉപദേശം വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ അടുത്ത് പോയി അഡ്വൈസ് ചോദിക്കും. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 143 പറയുന്നത്. അപ്പം ആ ഒരു പശ്ചാത്തലം മനസ്സ് വെച്ചുകൊണ്ട് വേണം ഞാൻ ഇനി പറയാമെന്ന കാര്യം നിങ്ങൾ പഠിക്കാൻ. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, if a bill is reserved by the governor on the ground of unconstitutionality, the president ought to seek the Supreme Court's opinion. അതായത് സംസ്ഥാനങ്ങളിൽ പാസ്സാക്കുന്ന, നിയമസഭകളിൽ പാസ്സാക്കുന്ന ഇത്തരത്തിലുള്ള ചില ബില്ലുകൾ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഗവർണർ എന്ത് ചെയ്യും? പ്രസിഡന്റിനെ റെഫർ ചെയ്യും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ പ്രസിഡന്റ് കൃത്യമായും സുപ്രീം കോടതിയുടെ അടുത്ത് ഉപദേശം ചോദിക്കണം എന്ന് ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. ആ ഉപദേശം ചോദിക്കാനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 143. അഡ്വൈസ് ചോദിക്കുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. ചില പട്ടിക്കുട്ടികൾ കടി കൂടുന്നുണ്ട്, മൈക്കിൽ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, യെസ്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ആർട്ടിക്കിൾ 143. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത് അത് ഒരു മാൻഡറ്ററി പ്രൊവിഷൻ ഒന്നും അല്ലല്ലോ. കാര്യം സുപ്രീം കോടതി ഉപദേശം കൊടുത്താൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്, സത്യമാണ്. ഇത് കമ്പൽസറിയോ മാൻഡറ്ററിയോ ഒന്നും അല്ല. ഇതിൽ സുപ്രീം കോടതി എന്ത് ഉപദേശം കൊടുത്താലും പ്രസിഡന്റ് അത് അനുസരിക്കാനുള്ള യാതൊരു ബാധ്യതയില്ല, ജനറലി സ്പീക്കിംഗ്. പക്ഷേ അതിന് ഭയങ്കര പെർസ്വേസീവ് വാല്യൂ ഉണ്ട്. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, അതിനെതിരായിട്ട് പ്രസിഡന്റിന് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷേ പ്രസിഡന്റ് 2 പ്രാവശ്യം ആലോചിക്കും. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമല്ലേ. അപ്പൊ നമുക്ക് അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത്ര സ്ട്രോങ് ഗ്രൗണ്ട്സ് വേണം.
സി, നിയമപരമായി നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി കൊടുക്കുന്ന അഡ്വൈസിന് വിരുദ്ധമായി പ്രസിഡന്റിന് ചെയ്യാം. പക്ഷേ അത്തരത്തിൽ ചെയ്യാൻ പ്രസിഡന്റ് ഒന്ന് മടിക്കും. ബിക്കോസ് സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പ്രസിഡന്റ് റിജക്ട് ചെയ്തെന്ന് പിന്നീട് ചോദ്യം വരും. മനസ്സിലായല്ലോ? അപ്പൊ അത് ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിളും നിങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 200, 201, ആർട്ടിക്കിൾ 143 എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആൻഡ് റിറ്റ് ഓഫ് മാൻഡമസ്. ഇവിടെ ഇത്രയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പ്രധാനമായും ഒബ്ജക്റ്റീവ് എക്സാംസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വരെ വന്ന കമ്പനി ബോർഡ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. ഇനി ഞാൻ പറയാവുന്ന കാര്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ്, അതായത് KS മെയിൻസ്, സിവിൽ സർവീസ് മെയിൻസിനൊക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് തൽക്കാലം വേണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് 2-3 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ കാണാം. ഇവിടെ സുപ്രീം കോടതി ഈ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. That governor must assent to a state bill if it is passed again after being returned. സംഭവം ഇത്രയേ ഉള്ളൂ. പൊതുവെ നമ്മൾ കണ്ടു ഗവർണറിന്റെ കയ്യിൽ ഒരു ബില്ല് കിട്ടുന്നു. ആ ബില്ല് ഗവർണർ എന്ത് ചെയ്യുന്നു? ചിലപ്പം നിയമസഭയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും, തിരിച്ചയക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സസ്പെൻസീവ് വീറ്റോ എന്നാണ്. വീറ്റോ പവറിനൊക്കെ പറ്റി മറ്റേ വീട്ടിൽ വിശാലമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബില്ല് പിന്നെയും നിയമസഭ പാസ്സാക്കി ഗവർണറിന് അയക്കുകയാണെങ്കിൽ ഗവർണർ ഒപ്പിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻ ഗവർണറിനില്ല. പക്ഷെ പ്രസിഡന്റിന് ഇത്തരത്തിൽ ഇപ്പം പ്രസിഡന്റിന്റെ ഒരു ബില്ല് കിട്ടുന്നു, സ്റ്റേറ്റ് ബില്ല് പ്രസിഡന്റിന്റെ കിട്ടുന്നു. ആ ബില്ല് പ്രസിഡന്റ് റിട്ടേൺ ചെയ്യുന്നു, നിയമസഭയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു ത്രൂ ഗവർണർ. അപ്പൊ നിയമസഭ പിന്നെ അത് പാസ്സാക്കി പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ പ്രസിഡന്റിന് ഒപ്പിടാനുള്ള ബാധ്യത ഉണ്ടോ? ഇല്ല. ഗവർണറിനുണ്ട്. പക്ഷെ പ്രസിഡന്റ് ഈസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു സൈൻ എ റിട്ടേൺ ബിൽ. അപ്പം സസ്പെൻസീവ് വീറ്റോടെ പിന്നെ നിലനിൽക്കും. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പ്രസിഡന്റിന് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ഇല്ല, പക്ഷെ ഗവർണറുണ്ട്. ഈ അപകടം ഉള്ളതുകൊണ്ടാണ് ഗവർണർ എന്ത് ചെയ്യുന്നത്? ബില്ലെല്ലാം പ്രസിഡന്റിന് അയക്കുന്നത്. അല്ലെ? എന്ത് കോമഡി മനസ്സിലായി വിചാരിക്കുന്നു. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള റിലേഷൻസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിനുള്ള കമ്മീഷൻസ് ആണ്. ഇവരൊക്കെ പണ്ടേ റെക്കമെൻഡ് ചെയ്ത കാര്യമാണ്. There should be time limit for presidential assent. പ്രസിഡന്റിന് ബില്ലിൽ ഒപ്പിടാൻ ഒരു ടൈം ലിമിറ്റ് കൊടുക്കണമെന്നൊക്കെ ഇവർ പണ്ടേ പറഞ്ഞ കാര്യമാണ്. സുപ്രീം കോടതി ഇപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന പുതിയ ഒരു കീവേഡ് ആണ് ഗുബർനാറ്റോറിയൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെ? അതായത് ഗവർണറിന്റെ ഡിസ്ക്രിപ്ഷൻ എന്നേ ഉള്ളൂ ഇതിനർത്ഥം. ഗുബർനാറ്റോറിയൽ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ എക്സാമിന് കാണുകയാണെങ്കിൽ ഞെട്ടണ്ട, പത്രങ്ങളിലുള്ള ഒരു പുതിയൊരു കീവേഡ് ആണ് ഗവർണറിന്റെ വിവേചനാവകാശം. അങ്ങനെ ഗവർണർ തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ പ്രശ്നമുണ്ടാകുന്നത്. ഗവർണറിന്റെ ഇത്തരത്തിലുള്ള വിവേചനാവകാശങ്ങൾക്ക് ഒരു തടയിടുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിന്റെ ഇമ്പോർട്ടൻസ്. അതിനൊപ്പം പല എക്സാംസിനും കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രാമേശ്വർ പ്രസാദ് കേസ്. കാര്യം കോടതി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ഗവർണർ ആർബിട്രറി ആയിട്ട് ബില്ലിലൊക്കെ ഒപ്പിടാതിരിക്കുമ്പോൾ കോടതിക്ക് ഇടപെടാം എന്ന് കോടതി പണ്ടേ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു കേസിനകത്താണ്. ഓക്കെ, ചോദ്യം ഇങ്ങനെ വരുന്നത്, രാമേശ്വർ പ്രസാദ് കേസ് ഈസ് റിലേറ്റഡ് ടു എന്നൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇങ്ങനെ ഉത്തരം എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻസ് ആൻസറിനകത്ത് ഇത് കോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചോദിക്കാം. ഇതിപ്പം സുപ്രീം കോടതി കാണിച്ച് ശരിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ സബ് ഇൻസ്പെക്ടറിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കേസ് കോട്ട് ചെയ്യാം. സുപ്രീം കോടതി, ഹൈക്കോടതി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ജഡ്ജിമെന്റ്സ് കോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയി പോയിന്റ്സ് ഒന്നും മിസ് ഔട്ട് ചെയ്ത് പഠിക്കാം. അപ്പം സുപ്രീം കോടതി ഈ ഡിസിഷനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും പോയിന്റ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി കമന്റ് ചെയ്യുക. ബിക്കോസ് ഷെയറിങ് ഈസ് ലേണിംഗ്. ഷെയർ ചെയ്യുക, ലേൺ ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ നോളജ് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയി പുതിയ പാറ്റേണിൽ PC എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.